മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് എന്താ നെക്സ്റ്റ് സെക്ഷൻ? നെക്സ്റ്റ് ചാപ്റ്റർ അല്ല പറയുന്നത്, നെക്സ്റ്റ് സെക്ഷൻ ആണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത അതിനെ കുറിച്ചിട്ടാണല്ലേ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരോ ചാപ്റ്റേഴ്സും ഓരോ സെക്ഷനായിട്ട് ഓരോ പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിനെ മാറ്റി വെക്കണം. ആദ്യം സിമ്പിളായിട്ടുള്ള ബേസിക് കാര്യങ്ങൾ, പിന്നെ അതിനേക്കാൾ കുറച്ചും കൂടിയുള്ള കാര്യങ്ങൾ, പിന്നെ അതിനേക്കാൾ കുറച്ചും കൂടി അങ്ങനെ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഒക്കെ കൂടി എന്താ പറയുക, ഒരു അധിക പരിഹാരമില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ സെക്ഷൻ എടുക്കാൻ പോകുന്നത് പേജ് നമ്പർ 75 ആക്ടിവിറ്റീസ് ആണ്. പേജ് നമ്പർ 72 73 ആക്ടിവിറ്റീസ് ഉണ്ട്. ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുള്ള ടെക്സ്റ്റ് നോക്കിയവർക്ക് മനസ്സിലാകും. അത് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റിലേക്കുള്ള സെക്ഷനിൽ എടുക്കാം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ചൊരു ഐഡിയ കറക്റ്റ് എന്താണെന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതൊക്കെ എളുപ്പത്തിൽ കിട്ടും. അതിനെക്കൊണ്ടാണ് ഞാൻ എന്ത് പറയുന്നത്, അത് ലാസ്റ്റ് എടുക്കാം എന്ന രീതിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 75 ക്വസ്റ്റ്യൻ നമ്പർ 1. മലയാളം മീഡിയം കുട്ടികൾ മലയാളം ക്വസ്റ്റ്യൻസ് എഴുതാം, ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. മനസ്സിലായിട്ടുണ്ടല്ലോ? ക്വസ്റ്റ്യൻ ഒന്ന് ഞാൻ വായിച്ചു തരാം. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, രജനി ഹാസ് 3 necklaces and 3 pair of earrings of green, blue and red stones. ഓക്കെ, അപ്പോൾ രജനി എന്ന് പറഞ്ഞ ആൾക്ക് 3 നെക്ലേസ് ഉണ്ട്. 3 നെക്ലേസിനും പറ്റി അതേ കളറിലുള്ള ഇയറിങ്സും ഉണ്ട്. ഓക്കെ, നെക്ലേസ് ഉണ്ട്, മാലയുണ്ട്, അതിന് പറ്റിയ കമ്മലുണ്ട്. അപ്പം ഏതൊക്കെ കളറിലുള്ള മാലകളാണുള്ളത്? ഗ്രീൻ, ബ്ലൂ ആൻഡ് റെഡ് സ്റ്റോൺസിലുള്ള പച്ച, നീല, ചുവപ്പ് കളറിലുള്ള കല്ലുകളുള്ള മാലയും കമ്മലുമാണ് ഉള്ളത്. പച്ചമാലയുണ്ട്, അതേപോലെ തന്നെ പച്ച കമ്മലുണ്ട്. ചുവപ്പ് മാലയുണ്ട്, ചുവപ്പ് കമ്മലുണ്ട്. നീലമാലയുണ്ട്, നീല കമ്മലുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, ഇൻ വാട്ട് ഓൾ ഡിഫറെന്റ് വേസ് ക്യാൻ ഷീ വെയർ ദം? ഇത് എങ്ങനെയൊക്കെ അവർക്ക് വെയർ ചെയ്യാം, അണിയാം എന്നാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ എനിക്ക് എന്താണ്, ചുവപ്പ് മാലയുടെ കൂടെ പച്ച കമ്മലിടാനായിരിക്കും തോന്നുന്നുണ്ടാവുക. അപ്പോൾ ചുവപ്പും പച്ചയും കൂടി കമ്പൈൻ ചെയ്തൂടെ? അങ്ങനെ ഏതൊക്കെ ടൈപ്പിൽ ഇവർക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ഹെർ വെയറിംഗ് ദ നെക്ലേസ് ആൻഡ് ഇയറിംഗ് ഓഫ് ദ സെയിം കളർ ഓഫ് ആൻഡ് ഡിഫറെൻറ്റ് കളേഴ്സ്? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഏതൊക്കെ രീതിയിൽ എഴുതാം, അതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ സെയിം കളേഴ്സിലുള്ള മാലയും അതേപോലെ തന്നെ കമ്മലും സെയിം കളറായി വരുന്നതിൻ്റെ പ്രൊപ്പോർഷൻ എന്താണ്? എന്നുവെച്ചാൽ ചുവപ്പിൻ്റെ കൂടെ ചുവപ്പ് തന്നെ, നീലയുടെ കൂടെ നീല എന്ന കമ്മല്, അതേപോലെ പച്ചയുടെ കൂടെ പച്ച എന്ന കമ്മല്, അങ്ങനെ വരുന്നതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ്? അതേപോലെ തന്നെ എന്താണ്, ഡിഫറെൻറ്റ് കളറായിട്ട് ചുവപ്പിന് കൂടെ പച്ചയാക്കാം, പച്ചയുടെ കൂടെ ചുവപ്പാക്കാം, നീലയാക്കാം, അങ്ങനെയുള്ളതും ഉണ്ടാവില്ലേ? അങ്ങനെയുള്ളതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ മലയാളം മീഡിയം കുട്ടികൾക്കാണെങ്കിലും ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കാണെങ്കിലും എക്സ്പ്ലനേഷൻ ഇത് മതി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറഞ്ഞു തരാം. രജനിയുടെ കയ്യിൽ 3 നെക്ലേസും ഉണ്ട്, അതിന് പറ്റിയ 3 ഇയറിങ്സും ഉണ്ട്, കമ്മലുകളുണ്ട്. ഓക്കെ, അപ്പോൾ പച്ച, ചുവപ്പ്, നീല എന്ന കളറുകളിലുള്ള കമ്മലുകളും മാലയാണ് ഉള്ളത്, ഇയറിങ്സും നെക്ലേസസും ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് ഏതൊക്കെ പെയർസിൻ്റെ കൂടെ എങ്ങനെയൊക്കെ പെയർ ആക്കാം, എങ്ങനെയൊക്കെ ആളുകളെ ഉണ്ടാക്കാം എന്നാണ് ചോദ്യം. ഓക്കെ, എങ്ങനെയൊക്കെ ഗ്രൂപ്പാക്കി തിരിക്കാം എന്നുള്ളതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, രജനി ഒരേ കളർ കമ്മലും മാലയുമാണ് ഇടുന്നതെങ്കിൽ അതിൻ്റെ സാധ്യത, ഒരേ കളർ കമ്മലും മാല ഇടാനുള്ള സാധ്യത എത്രയാണ് എന്നതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. പ്രോബിലിറ്റി എത്രയാണ് എന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പോൾ രജനി ഡിഫറെൻറ്റ് കളറാണ് ഇടുന്നത് വെച്ചാൽ ചുവപ്പ് കമ്മലിന് പച്ചമാല, പച്ചമാലയ്ക്ക് നീലക്കമ്മൽ, അങ്ങനെയൊക്കെയാണ് ഇടുന്നതെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി എത്രയാണ് വെച്ചാൽ ഡിഫറെൻറ്റ് കളർ കിട്ടാനുള്ളതിൻ്റെ സാധ്യത എത്രയാണ് എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ തന്നെ കിട്ടേണ്ടത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റാക്കി നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ബാക്കിയുള്ള 2 സബ് ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് കിട്ടത്തുള്ളൂ. സബ് ക്വസ്റ്റ്യൻ A, B, C എന്നൊന്നും പറഞ്ഞ് ചില സമയത്ത് തരാനുണ്ടാവില്ല, ചില സമയം അങ്ങനെ തരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞാൽ ഒഴിവാക്കൊന്നും വേണ്ട, അതൊക്കെ ഇത്രയും ചെറിയ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഏതൊക്കെ കളറാണുള്ളത്? ഗ്രീൻ ഉണ്ട്, പച്ച ഉണ്ട്, പിന്നെയോ റെഡ് ഉണ്ട്, പിന്നെ ഏത് കളറാണുള്ളത്? ബ്ലൂ ഉണ്ട് അല്ലേ? ബ്ലൂ ഉണ്ട്, പച്ച, ചുവപ്പ്, നീല, ഇതൊക്കെയാണ് ഏതൊക്കെ ഉള്ളത്? നെക്ലേസ്, മാലയായിട്ടുള്ളത്. അതേപോലെ തന്നെ ഏതൊക്കെ കളർ റിങ്സും ഉണ്ട്?
ഇയറിങ്സ് കമ്മലുകളും ഉണ്ട്. ഇതേപോലെ തന്നെ ഗ്രീന്, റെഡ്, ബ്ലൂ, ഇങ്ങനെ 3 കളേഴ്സാണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ പച്ച നെക്ലേസ് ആണ് ഇടുന്നതെങ്കിൽ പച്ചയുടെ കൂടെ എങ്ങനെയൊക്കെ കളറുകളാക്കാം. പച്ച നെക്ലേസ് ആണ് ഇടുന്നെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, പച്ച ഇയറിങ്സ് തന്നെ ഇടാം അല്ലേ. അല്ലെങ്കിൽ ചുവപ്പ് റെഡ് ഇയറിങ്സ് ഇടാം, അല്ലെങ്കിൽ പച്ചയുടെ കൂടെ ബ്ലൂ ഇയറിങ്സ് ഇടാം ആണല്ലോ. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് കിട്ടാനുള്ള ചാൻസസ് എന്നുള്ളതാണ് അവർ ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. എങ്ങനെയൊക്കെ ഏതൊക്കെ മെത്തേഡ്സിൽ അവർക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എഴുതാം, ഗ്രീൻ കളറിന്റെ കൂടെ, ഗ്രീൻ കളറിനാണ് ജി എന്ന് കൊടുക്കുന്നത് കേട്ടോ. മലയാളം മീഡിയം ആയാലും ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും പച്ചയ്ക്ക് പകരം എന്ത് കൊടുക്കുക, ജി എന്ന് കൊടുക്കുക. പച്ച, മഞ്ഞ, നീല എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇംഗ്ലീഷ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന കുട്ടികളൊന്നല്ലല്ലോ അല്ല. അപ്പൊ എന്ത് ചെയ്യാം, ഗ്രീനിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രീൻ കളർ തന്നെ യൂസ് ചെയ്യാം. ഇത് ഇങ്ങനെ അവർക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഗ്രീനിന്റെ കൂടെ റെഡ് ഇയറിങ്സ് ഇടാം, കമ്മലിടാം. അല്ലെങ്കിൽ ഗ്രീനിന്റെ കൂടെ ബ്ലൂ ഇയറിങ്സ് ഇടാം അല്ലേ. അപ്പൊ 3 ഗ്രീൻ നെക്ലേസ് വെച്ചിട്ട് അവർക്ക് 3 തരത്തിൽ എന്ത് ചെയ്യാം, അണിയാം, യൂസ് ചെയ്യാം. അതേപോലെ ഞാൻ അടുത്ത് എന്ത് ചെയ്യാം, റെഡിനെ യൂസ് ചെയ്യാം. റെഡിനും ഇതേപോലെ തന്നെ 3 കളേഴ്സ് യൂസ് ചെയ്തൂടെ. ഇപ്പം ഞാൻ ആദ്യം റെഡിന് 6 കൊടുക്കും. ഫസ്റ്റത്തെ നെക്ലേസ് ആണ്, ബാക്കിയുള്ള രണ്ടാമത്തെ ഇയറിങ്സ് ആണ്. ഓക്കെ, ഫസ്റ്റത്തെ റെഡിന്റെ കൂടെ ഞങ്ങൾക്ക് ആരെ വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഗ്രീൻ കമ്മലിടാം. റെഡ് നെക്ലേസിന്റെ കൂടെ റെഡ് തന്നെ കമ്മലിടാം. ആൻഡ് റെഡ് നെക്ലേസിന്റെ കൂടെ ബ്ലൂ കമ്മലും ഇടാം. അടുത്ത ഓക്കെ, ഇതേപോലെ തന്നെ തേർഡ് വണ്ണും ചെക്ക് ചെയ്യാം. തേർഡ് വൺ എന്താ, ബ്ലൂ നെക്ലേസ് ആണ്. ബ്ലൂ നെക്ലേസിന്റെ കൂടെ എന്ത് ചെയ്യാം, ഗ്രീൻ ഇയറിങ്സ് ഇടാം. അതേപോലെ ബ്ലൂ നെക്ലേസിന്റെ കൂടെ റെഡ് ഇയറിങ്സ് ഇടാം. ബ്ലൂവിന്റെ കൂടെ ബ്ലൂ തന്നെ ഇയറിങ്സ് ഇടാം ആണല്ലോ. അപ്പൊ ഇത്രയും ചാൻസസ് ആണ്, ഇത്രയും കാര്യങ്ങൾ ഉപയോഗിക്കുക, ഇത്രയും മെത്തേഡിൽ എന്ത് ചെയ്യാം, ആ 3 കമ്മലുകളും 3 മാലയും യൂസ് ചെയ്യാം. മനസ്സിലായോ? 3 നെക്ലേസും 3 ഇയറിങ്സ് എന്ത് ചെയ്യാം, ഇത്രയും മെത്തേഡ്സിൽ. ആകെ എത്ര മെത്തേഡായി, 3, 6, 9 ടൈപ്പിൽ, 9 ഡിഫറെന്റ് ടൈപ്പിൽ എന്ത് ചെയ്യാം, അവർക്ക് ആ കമ്മലും മാലയും എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എഴുതി വെക്കുമ്പോൾ ഇവിടെ തൊട്ടിട്ട് തന്നെ ഇങ്ങനെയൊക്കെ നെക്ലേസ് ഇയറിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, സ്റ്റാർട്ടിങ്ങിൽ എഴുതി വെക്കുക. ഒന്ന് മോഡൽ കാണിച്ചു കൊടുക്കുക എങ്ങനെയൊക്കെയാണ് എഴുതാൻ പറ്റുക എന്നുള്ളത്. എന്നിട്ട് ഡിഫറെന്റ് ടൈപ്സ് എന്ന് പറഞ്ഞിട്ടോ, ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഇയറിങ്സ് ആൻഡ് നെക്ലേസ് എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതി വെക്കാം. ഓക്കെ, മലയാളം മീഡിയം കുട്ടികൾ അങ്ങനെ എഴുതി വെക്കുക. മാലയും കമ്മലും അണിയാൻ പറ്റുന്ന വ്യത്യസ്ത രീതികൾ എന്നിട്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അത് എഴുതി വെക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. പിന്നെയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ജസ്റ്റ് ഈ സ്റ്റെപ്സ് എഴുതി വെക്കുക. ഇങ്ങനെയൊന്നും എഴുതണം നിർബന്ധമില്ല, പക്ഷെ ഇങ്ങനെയുള്ളത് എഴുതി വെക്കണം. ഏതൊക്കെ മെത്തേഡ്സ് ആണ് കിട്ടേണ്ടതെന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ 2 കാര്യങ്ങളൊക്കെ ആയിട്ട് തരുന്നതാണെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റെപ്സ് വേണം എഴുതി വെക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും 9 ടൈപ്പില്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മെത്തേഡ്സ് എത്ര കിട്ടി, നമുക്ക് എപ്പോഴും ആകെയുള്ള എണ്ണം വേണ്ടേ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ എന്താ 1 തൊട്ടിട്ട് 50 വരെയുള്ള എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ ആകെ എത്ര ആൾക്കാർ ഉണ്ടാവും എന്നുള്ളതല്ലേ നമ്മൾ നോക്കുക. അതിലേ നമുക്ക് പ്രോബബിലിറ്റിയുടെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദത്തിന് എഴുതേണ്ട കാര്യം അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, ഇതിലും കിട്ടി ആകെ എത്ര നമ്പേഴ്സ് ഉണ്ട്, ആകെ എത്ര ടൈപ്സ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. 9 ടൈപ്സ്. 9 ടൈപ്സിൽ എന്ത് ചെയ്യാം, ആ നെക്ലേസും ആ ഇയറിങ്സും അവർക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം എന്നുള്ളത് പഠിച്ചു. ഓക്കെ, അപ്പം 9 ആണ്. ഇത് നോട്ടിലേക്ക് എഴുതി വെക്കണേ. 9 മെത്തേഡ്സിൽ യൂസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. എങ്ങനെയൊക്കെ ഏതൊക്കെ ഡിഫറെന്റ് മെത്തേഡ്സിലാണ് ആ ഇയറിങ്സും നെക്ലേസസും യൂസ് ചെയ്യാം എന്നതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെയിം കളർ ഇയറിങ്സും നെക്ലേസും ഇടാനുള്ളതിന്റെ പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദ്യം. ആ രജനി എന്ന് പറഞ്ഞ ആള് ഒരേ കളറുള്ള മാലയും കമ്മലും ഇടുകയാണെങ്കിൽ അതിനുള്ള സാധ്യത എത്രയാണ് എന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറയുമ്പോൾ നോക്കി നോക്കി, ഒരേ കളർ മാലയും വേണം കമ്മലും വേണം. പ്രോബബിലിറ്റി ഓഫ് നോക്കി എഴുതണം കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് സെയിം കളർ നെക്ലേസ് ആൻഡ് ഇയറിങ്സ്. ഒരേ കളർ നിറത്തിലുള്ള മാലയും കമ്മലും ഇടാനുള്ള സാധ്യത. ഇംഗ്ലീഷിൽ മലയാളം പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ പറയുമ്പോഴും ശ്രദ്ധിക്കാം. ഒരേ കളറിലുള്ള മാലയും കമ്മലും ഇടാനുള്ള സാധ്യത എത്ര സാധ്യത. അപ്പൊ നോക്കി നോക്ക്, ഒരേ കളറുള്ളത് ഏതൊക്കെയാ, 1 ഇത്, 2, 3. 3 എണ്ണത്തിലല്ലേ ഉള്ളൂ 2 ഒരേ കളറിൽ വരുന്നത് അല്ലേ. അപ്പോൾ
3 ആകെ എത്ര ആളുകളുണ്ട്? 9. ആകെയുള്ള 9 പെയറുകളിൽ 9 ആളുകളിൽ 3 ടൈപ്പിലുള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മീൻസ് 3 ടൈപ്പ് മാത്രമേ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ബാക്കിയുള്ള ഒക്കെ ഡിഫറെൻറ്റ് കളേഴ്സ് ആണ്. ഇത് മാത്രമേ എന്തുള്ളൂ? സെയിം കളർ ആയിട്ടുള്ളതുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരേ കളറിലുള്ള മാലയും കമ്മലും ഇടാനുള്ള ചാൻസ്, പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത എന്ന് പറയുന്നത് 3/9 ആണ്. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ ഇത് വേണമെങ്കിൽ ചെറുതാക്കാം. 3/9 രണ്ടും 3യുടെ മൾട്ടിപ്പിൾ ആണ്. 3ന്റെ ഗുണിതാന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ? അപ്പൊ 3/9 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 3s ആണ് 3. ഒരു 3 ആണ് എന്തെന്ന് പറയുന്നത്? 3 എന്ന് പറയുന്നത്. എത്ര 3 9 എന്ന് പറയുന്നത്? 3 ആണ് 9 അല്ലേ? അപ്പൊ 1/3 ആണ് ആൻസർ. വേണമെങ്കിൽ 3/9 വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, ചെയ്താലും ആൻസർ ശരിയാണ്. നമ്മൾ ചെറുതാക്കി എഴുതണം എന്നാണ് പറയാം. ഓക്കെ, ഓപ്ഷനിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ? 4 ഓപ്ഷനൊക്കെ വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, 1 മാർക്കിനൊക്കെ ഉള്ള. അങ്ങനെല്ലാം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അതൊക്കെ. ഓക്കെ, അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് എന്താണ് ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ടുള്ള ചെറിയ ഫോം, ചെറിയ ഫ്രാക്ഷൻ ഫോം ആണ് നമുക്ക് ഉണ്ടാവുക. ഭിന്നസംഖ്യയിൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ രൂപത്തിലാണ് നമുക്ക് എഴുതുന്നത്. അപ്പൊ ആ സമയത്തൊന്നും കൺഫ്യൂഷൻ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പോഴേ ചെറുതാക്കി പഠിക്കാൻ വേണ്ടി പറയുന്നത്. പിന്നെ ഈ ചാപ്റ്റർ മാത്രമല്ലല്ലോ, ഇനിയുള്ള ഒരുപാട് ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ചെറുതാക്കി പഠിക്കുന്നത് നല്ലതാണ്. മൾട്ടിപ്പിൾസ് മാത്രം നോക്കിയാൽ മതി. ഒരു 3 ആണ്, അതിനെ കൊണ്ട് 1 എഴുതി. 3 ആണ് 9 എന്നുള്ളത്. അപ്പൊ മുകളിലും താഴെയും ഒരേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ വരണം, ഒരേപോലെ മൾട്ടിപ്പിൾ വരണം. ഓക്കെ, അപ്പോൾ സെയിം പ്രോബബിലിറ്റി കിട്ടാനുള്ള ഇതിന്റെ പ്രോബബിലിറ്റി കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1/3 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിഫറെന്റ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡിഫറെന്റ് കളേഴ്സ് എന്ന് എഴുതാം. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡിഫറെന്റ് കളേഴ്സ്, വ്യത്യസ്ത നിറങ്ങൾ കിട്ടാനുള്ള സാധ്യത. എന്താണ്? വ്യത്യസ്ത നിറങ്ങൾ കിട്ടാനുള്ള സാധ്യത. പിന്നെ മാല, നെക്ലേസ് ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വ്യത്യസ്ത നിറങ്ങൾ കിട്ടാനുള്ള സാധ്യത. ആകെ ഉള്ളത് 9 എണ്ണം. 3 എണ്ണം സെയിം ആണ്. ബാക്കി എത്ര ഉണ്ട്? ഒന്നിനെ എണ്ണി നോക്കാം. 1 2 3 4 5 6. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ മതി. ഇവിടെ 3 എണ്ണം ഉണ്ട്, ബാക്കിയുള്ള ഒക്കെ ഡിഫറെന്റ് കളേഴ്സ് ആണ് അല്ലേ? അവിടെ 3 എണ്ണം ആണെങ്കിൽ ബാക്കി 9ലേക്ക് എത്ര എണ്ണം? 6 എണ്ണം. 6/9 ആണ് ഡിഫറെന്റ് കളർ പ്രോബബിലിറ്റി ഉള്ള മാലയും കമ്മലും കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. നെക്ലേസും ഇയറിംഗ്സും ഡിഫറെന്റ് കളർ ആവാനുള്ള ചാൻസ് 6/9 ആണ്. ഇത് സെയിം ഇതിനൊന്ന് ചെറുതാക്കി കൂടെ. 2ഉം 3ന്റെ മൾട്ടിപ്പിൾ തന്നെയല്ലേ അല്ലേ? എത്ര 3 6 എന്ന് പറയുന്നത്? 2 3 ആണ് 6 എന്ന് പറയുന്നത്. 2 3s are 6. അതേപോലെ എത്ര 3 9 എന്ന് പറയുന്നത്? 3 3 ആണ് 9. അപ്പോൾ 2/3 ആണ് പ്രൊപ്പോർഷൻ. ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. കാര്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത്. കുറച്ചൊന്ന് ആലോചിച്ചാൽ മതി. കുറച്ചൊന്ന് ആലോചിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? ഒരുപാട് എളുപ്പത്തിൽ ആൻസേഴ്സ് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇത് എഴുതിയെടുക്കണം. മലയാളം മീഡിയം കുട്ടികളായാലും ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും എന്ത് ചെയ്യാം? ഒരേപോലെ തന്നെ കാര്യങ്ങളൊക്കെ വർക്കൊക്കെ ചെയ്യാം, ഹോംവർക്ക് ചെയ്യാം. ക്ലിയർ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാൽ ഇതേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെക്കൻഡിലും വരുന്നത്. അപ്പൊ സെക്കൻഡ് എന്താന്ന് പറഞ്ഞാൽ എ ബോക്സ് കണ്ടെയ്ൻ 4 സ്ലിപ്സ് നമ്പർ 1 2 3 4. ഒരു ബോക്സിൽ, മലയാളം മീഡിയം കുട്ടികൾക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അത് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു ബോക്സിൽ 4 സ്ലിപ്സ് ഉണ്ട്. ഓക്കെ, ഒരു സ്ലിപ്പിൽ 1 എഴുതിയിട്ടുണ്ട്, അതേപോലെ രണ്ടാമത്തെ 2 3 4. ഇങ്ങനെ 3 സ്ലിപ്പുകൾ എന്തുണ്ട്? ഒരു ബോക്സിലുണ്ട്. ആൻഡ് അനദർ ബോക്സ് കണ്ടെയ്ൻ 2 സ്ലിപ്സ്. വേറൊരു ബോക്സിൽ 2 സ്ലിപ്പ് ഉണ്ട്. എഴുതിയിരിക്കുന്നത് 1 എന്നും 2 എന്നും മാത്രം. ഓക്കെ, ഇഫ് 1 സ്ലിപ്പ് ഈസ് ടേക്കൺ ഫ്രം ഈച്ച്. 2 ബോക്സും നമ്മൾ ഓരോരോ സ്ലിപ്പുകൾ ഇങ്ങനെ എടുക്കുകയാണ്. ഇതിന്ന് ഒന്നെടുത്തു, ഇതിന്നും വേറൊന്നെടുത്തു, നോക്കിയിട്ടൊന്നുമില്ല, വെറുതെ ഇങ്ങനെ എടുക്കുകയാണ്. What is the probability of the same number being odd? Sum of numbers being odd. എന്ന് വെച്ചാൽ ഞാൻ ഇതിന്ന് ഒരാളെയും എടുത്തു. ഇപ്പൊ ഞാൻ ഒരു 2നും ഒരു ഇവിടെ എടുക്കാൻ ചാൻസ് ഉള്ള 1 or 2 അല്ലേ? ഫസ്റ്റത്തേന്ന് എടുത്തത് ഇവിടെ എഴുതി, രണ്ടാമത്തെ എടുത്തത് ഇവിടെ എഴുതി. ഓക്കെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ഓഡ് കിട്ടാനുള്ള ചാൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. കൂട്ടിയാൽ ഓഡ് കിട്ടാനുള്ള ചാൻസ് എന്താണ്? അതിനുള്ള പ്രോബബിലിറ്റി, അതിനുള്ള സാധ്യത എന്താണെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഫസ്റ്റത്തെ ബോക്സിനും സെക്കൻഡ് ബോക്സിനും നമ്മൾ 2 സ്ലിപ്പുകൾ, ഓരോരോ ബോക്സിനും ഓരോ സ്ലിപ്പുകൾ വീതം ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ
അത് രണ്ടും കൂടി കൂട്ടിയാൽ ആഡ് ചെയ്താൽ അതൊരു ഓഡ് നമ്പർ ഒറ്റസംഖ്യ ആവാനുള്ള സാധ്യത എന്താണെന്നാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് ഇനി ഇതിപ്പോൾ ഞാൻ ഇവിടെ രണ്ടിനെയാണ് എടുത്തെന്ന് വെച്ചോ, ഇവിടുന്ന് രണ്ടെടുത്ത് ഇവിടുന്ന് രണ്ടെടുത്ത് നോക്കി എടുത്തല്ല, എടുത്തപ്പോൾ ഇങ്ങനെ ആയി പോയതാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അത് കൂട്ടിയാൽ ഇരട്ട സംഖ്യ അല്ലെങ്കിൽ ഇവൺ നമ്പർ കിട്ടാനുള്ള ചാൻസ് എത്രയാണെന്നാണ് ചോദ്യം. കാര്യം മനസ്സിലായോ? അപ്പൊ രണ്ട് സ്ലിപ്പുകൾ എടുക്കുകയാണ്, ആ രണ്ട് സ്ലിപ്പും കൂടി കൂട്ടുകയാണെങ്കിൽ അതൊരു ഒറ്റസംഖ്യ ആവാനുള്ള അല്ലെങ്കിൽ ഇരട്ടസംഖ്യ ആവാനുള്ള ചാൻസസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. സാധ്യത ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അതേപോലെ തന്നെ എന്താണ് നമ്മൾ എടുക്കുന്നത് ഓഡ് നമ്പറോ ഓർ ഇവൺ നമ്പറോ ആവാനുള്ള ചാൻസ് എന്താണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോ ഫസ്റ്റത്തെ ഇതിൽ നമ്മൾ എന്താ എഴുതുക? അപ്പോൾ ഞാനൊന്ന് നേരെ എഴുതുന്നുണ്ട്. ഒരു ഫസ്റ്റത്തെ സ്ലിപ്പിൽ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് 4 നമ്പേഴ്സ് ആണ് ഉള്ളത്. രണ്ടാമത്തെ ബോക്സിൽ 1ഉം 2ഉം മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ബോക്സ് ചിത്രം വരയ്ക്കണമെങ്കിൽ വരച്ചു വെക്കാം. ഇങ്ങനെ ഞാൻ നേരത്തെ മെത്തേഡിൽ തന്നെ എഴുതിയെന്ന് മാത്രം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ബോക്സിൽ 1 2 3 4 ആണ്. സെക്കൻഡ് ബോക്സിൽ 1ഉം 2ഉം മാത്രമേ കയറി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം ഓഫ് ദി ഓഡ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത് അല്ലേ? രണ്ട് സ്ലിപ്പുകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഓഡ് നമ്പർ ഒറ്റസംഖ്യ കിട്ടാനുള്ള സാധ്യത എത്രയാണ് എന്നതാണ് ചോദ്യം. അപ്പൊ അതിൻ്റെയൊക്കെ മുന്നേ നമ്മൾ ഒറ്റസംഖ്യ കിട്ടാനുള്ള സാധ്യത എഴുതുമ്പോൾ എന്ത് ചെയ്യണം? താഴെ ആകെ എത്ര സ്ലിപ്പുകൾ ഇങ്ങനെ ഉണ്ടാക്കാം അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ അങ്ങനെയല്ലേ ആദ്യം ചെയ്യലേ? എപ്പോഴും ഡിനോമിനേറ്ററിൽ അല്ലെങ്കിൽ ഛേദത്തിൽ എന്ത് ചെയ്യുന്നു? ആകെ എണ്ണം അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്ലിപ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം എഴുതി വെക്കുകയായിരുന്നു അല്ലേ? അതേപോലെ ഇതിലും നമ്മൾ എന്ത് ചെയ്യണം? ഏത് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട കാര്യം ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് അല്ലെങ്കിൽ ആകെയുള്ള ആളുകൾ അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കുക, ഞാൻ ഫസ്റ്റ് ബോക്സിൽ നിന്ന് 1 എടുക്കുന്നതെന്ന് വെച്ചോ. എനിക്ക് 1ന്റെ കൂടെ ഇവിടുന്ന് 1 കിട്ടാനും ചാൻസ് ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ 1ന്റെ കൂടെ ഇവിടുന്ന് 2 കിട്ടാനും ചാൻസ് ഉണ്ട്. 1ന്റെ കൂടെ ഒന്നെങ്കിൽ 1 ആവാം അല്ലെങ്കിൽ 2 എടുക്കാം. ഈ രണ്ടെണ്ണത്തിലാണ് ചാൻസ് ഉള്ളത്. ഇനിയിപ്പോൾ ഞാൻ ആദ്യത്തെ ബോക്സിൽ നിന്ന് 2 എടുക്കുന്നതെന്ന് വെച്ചോ. അപ്പൊ രണ്ടാമത്തെ ബോക്സിലും 1 എടുക്കാനും ചാൻസ് ഉണ്ട്, ആ 2ന്റെ കൂടെ 2 കിട്ടാനും ചാൻസ് ഉണ്ട് അല്ലേ? ഇപ്പൊ നമ്മൾ ഇങ്ങനെ വരച്ചെഴുതുകയാണ് ചെയ്യാം. വരയ്ക്കണ്ട, ഞാനൊരു ഇത് പറഞ്ഞതേ ഉള്ളൂ. 1 2 ഇവിടെ 1 2 ആണെങ്കിൽ ഇതിന്ന് ഇങ്ങോട്ടേക്കും എന്തുണ്ട്? ചാൻസ് ഉണ്ട്. അതേപോലെ ഇതിന്ന് എന്താ 2ന്റെ കൂടെ 1 കിട്ടാനും ചാൻസ് ഉണ്ട്, 2 കിട്ടാനും ചാൻസ് ഉണ്ട്. കാര്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു പെയർ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? എഴുതാം. ഇനി 3ന്റെ കൂടെ എന്ത് ആവാൻ ചാൻസ് ഉണ്ട്? രണ്ടാമത്തെ ബോക്സിൽ 1 കിട്ടാനും ചാൻസ് ഉണ്ട്, രണ്ടാമത്തെ ബോക്സിൽ 2 കിട്ടാനും ചാൻസ് ഉണ്ട്. 4ന്റെ കൂടെ 1 കിട്ടാനും ചാൻസ് ഉണ്ട്, 2 കിട്ടാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ചാൻസസ് ആണ് ഉള്ളത്. നമ്മൾ എടുക്കുന്ന കണ്ണു പൊട്ടി നമ്മൾ എടുക്കുന്ന കാര്യം രണ്ട് ബോക്സിൽ 2 നമ്പേഴ്സ് അല്ലേ എടുക്കുന്നത്, 2 സ്ലിപ്സ് ആണ് എടുക്കുന്നത്. അപ്പൊ ഇത്രയും ചാൻസസിൽ ഇങ്ങനെയൊക്കെ നമ്പേഴ്സ് എന്താ വരാനുണ്ട്? ഇങ്ങനെയൊക്കെ നമ്പേഴ്സ് വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് അല്ലെങ്കിൽ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പൊ ആകെ എത്ര സ്ലിപ്പായി? 1 2 3 4 5 6 7 8 സ്ലിപ്സ് കിട്ടാനാണ് ചാൻസ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സ്ലിപ്സ് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് സ്ലിപ്സ് എന്ന് പറയുന്നത് 8. ആകെ എണ്ണം. ഓക്കെ, ആകെ എണ്ണം എന്ന് പറയുന്നത് ആകെ നാക്കുകളുടെ എണ്ണം എന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതാം. ആകെ നാക്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പൊ താഴെ എഴുതേണ്ട ആളെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു 8. ഈ 8 കിട്ടുന്നതിന് മറ്റൊരു വഴിയുണ്ട്, ഒരു എളുപ്പവഴിയുണ്ട്. നമ്മൾ എത്രയെന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് എഴുതി ഉണ്ടാക്കുക അല്ലെ? കുറച്ച് നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ എഴുതി ഉണ്ടാക്കാം. വലിയ കുറെ നമ്പേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ 1 തൊട്ടിട്ട് 10 വരെയുള്ള സ്ലിപ്പുകൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഫുള്ള് ഇരുന്ന് എഴുതി എണ്ണി തിട്ടപ്പെടുത്തുക എന്ന് വേണ്ട കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പവഴിയാണ് പറയുന്നത്. എളുപ്പവഴി എന്താന്ന് പറഞ്ഞാല് ആദ്യത്തെ ബോക്സിൽ ആകെ എത്ര ആളുകളുണ്ട്? ടോട്ടൽ നമ്പേഴ്സ് 4 ആണ് അല്ലെ? 1 2 3 4. രണ്ടാമത്തെ ബോക്സിലോ 2 അല്ലെ? ആ 4ഉം 2ഉം കൂടി ഇൻറ്റു ചെയ്യാം, ഗുണിക്കാം. 4ഉം 2 ഇൻറ്റു ചെയ്താൽ എത്ര കിട്ടും? 8 എന്ന് കിട്ടും. അങ്ങനെയാണ് നമുക്കിവിടെ ടോട്ടൽ നമ്പർ ഓഫ് സ്ലിപ്സ് എന്ന് പറയുന്നത് എത്രയെന്ന് വരുന്നത്? 8 എന്ന് പറയുന്നത്. ഇങ്ങനെയും ചെയ്ത് പഠിക്കാം കേട്ടോ. ഇങ്ങനെയാണ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ ഒരു ബോക്സിൽ പറയാണ്, ഒരു ബോക്സിൽ 1 മുതൽ 50 വരെ എഴുതിയിട്ടുള്ള ഒരു സ്ലിപ്പ് ഉണ്ട്. രണ്ടാമത്തെ ബോക്സിൽ 1 മുതൽ 25 വരെ എഴുതിയിട്ടുള്ള സ്ലിപ്പ് ഉണ്ട്.
എന്ന് അവർ പറയാന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ആകെ സ്ലിപ്പുകളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ എത്ര ഉണ്ടാവുക? ഇവിടെ ആകെ എത്ര ഉണ്ട്? 50 ഉണ്ട്. ഇവിടെ ആകെ എത്രയുണ്ട്? 25 ഉണ്ട് അല്ലേ? അപ്പൊ ആകെ സ്ലിപ്പുകൾ ഇങ്ങനെ എടുക്കുമ്പോൾ കിട്ടുന്ന ആകെ സ്ലിപ്പുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം എഴുതാൻ നോക്കും? 1 തൊട്ടിട്ട് 50 വരെ ഇരുന്ന് എഴുതി ഉണ്ടാക്കണ്ടേ? ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ? അപ്പൊ ആകെ എന്ത് ചെയ്താൽ മതി? ഈ 50ഉം ഈ 25ഉം തമ്മിൽ എന്ത് ചെയ്യുക? ഗുണിക്കുക. 50 25ഉം കൂടി ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആകെ സ്ലിപ്പുകളുടെ എണ്ണം കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എപ്പോഴും വർക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ളത് ചെറിയ ചെറിയ നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. അല്ല ക്വസ്റ്റ്യൻ നേരിട്ട് തന്നെ ചോദിക്കുകയാണ്, പ്രോബബിലിറ്റി എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ സാധ്യത കണ്ടാൽ മതി. വെറുതെ ആകെ എണ്ണം കാണാൻ അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആകെ ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഇതാദ്യം എഴുതി വെക്കാം. വെറുതെ ഇരുന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് എഴുതി ഉണ്ടാക്കിയിട്ടൊന്നും നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. ഇതിന് ജസ്റ്റ് ഹാഫ് മാർക്കേ വരും. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 മാർക്ക് തന്നെ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ എഴുതേണ്ട സ്റ്റെപ്സിലാണെങ്കിൽ ഹാഫ് മാർക്ക് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഓരോരോ സ്റ്റെപ്സിനും ഓരോരോ സ്റ്റെപ്പിനുമാണ് നിങ്ങൾക്ക് മാർക്ക് വരിക മാത്സിന്. അതിനെ കൊണ്ടൊക്കെ തന്നെയാണ് മാത്സിന് എല്ലാവരും പാസ്സാവുന്നത്. എത്ര മാത്സ് ഉഴപ്പിയ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ എത്ര പഠിക്കാത്ത കുട്ടികളാണെങ്കിലും ലാസ്റ്റ് SSLC എക്സാം വരുമ്പോൾ പാസ്സായി അല്ലേ? അപ്പൊ അതിനൊക്കെ കാരണം എന്താണ്? മാത്സിൽ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. നിങ്ങൾ എത്രത്തോളം സ്റ്റെപ്സ് എഴുതുന്നോ ആ സ്റ്റെപ്പിനൊക്കെ അവിടെ മാർക്ക് വരും. അത് വെച്ചിട്ട് വാരി വലിച്ച് എഴുതല്ല വേണ്ടത്, കാര്യത്തിന് മാത്രം എഴുതാം. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്താൽ മതി ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് കാണാൻ വേണ്ടിയിട്ട്. ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി എന്നാണ് പറഞ്ഞു വന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഇത് ഗുണിച്ചു. ആകെ 8 പെയറാണുള്ളത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ? ഓഡ് നമ്പർ കിട്ടണം. നിങ്ങൾ സ്റ്റെപ്സ് നിങ്ങൾ എഴുതണം കേട്ടോ. ഞാൻ ഓഡ് ഇവിടുന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. പ്രോബബിലിറ്റി ആണെന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതണം. ഒറ്റ സംഖ്യ ആവാനുള്ള ചാൻസ് എന്താണെന്നാണ് ചോദ്യം. ആഡ് ചെയ്താൽ എങ്ങനെ? ഈ 2 സ്ലിപ്പുകൾ തമ്മിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ, കൂട്ടുകയാണെങ്കിൽ ആൻസർ ഒരു ഒറ്റ സംഖ്യ കിട്ടാനുള്ള ചാൻസ് ഏതാണ്? ഇരട്ട സംഖ്യ കിട്ടാനുള്ള ചാൻസ് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക. ഒരു ഒറ്റ സംഖ്യയുടെ കൂടെ ഓഡ് നമ്പറിന്റെ കൂടെ എപ്പോഴും ഒരു ഓഡ് നമ്പർ കൂട്ടുകയാണെങ്കിൽ, രണ്ടും ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ, ഒറ്റ സംഖ്യകളാണെങ്കിൽ ആൻസർ എപ്പോഴും ഒരു ഇരട്ട സംഖ്യയായിരിക്കും വരിക. ഓഡ് പ്ലസ് ഓഡ്, ഒറ്റ സംഖ്യ പ്ലസ് ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഈവൺ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഇരട്ട സംഖ്യ ആയിരിക്കും വരിക. ഓക്കെ, ഒറ്റ സംഖ്യയും കൂടി കൂട്ടിയാൽ എപ്പോഴും എന്തായിരിക്കും? ഇരട്ട സംഖ്യയാണ് എപ്പോഴും ആൻസർ വരിക. അതേപോലെ തന്നെ ഒരു ഒറ്റ സംഖ്യയും ഒരു ഇരട്ട സംഖ്യയുമാണ് കൂട്ടുന്നതെങ്കിൽ, ഒരു ഒറ്റ സംഖ്യയും ഒരു ഇരട്ട സംഖ്യയും, ഒരു ഓഡ് നമ്പറും ഒരു ഈവൺ നമ്പറും ആണ് കൂട്ടുന്നതെങ്കിൽ ആൻസർ എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും വരിക. മനസ്സിലായോ? ഒറ്റ സംഖ്യ പ്ലസ് ഇരട്ട സംഖ്യ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും എന്തായാലും ആൻസർ വരിക ഒറ്റ സംഖ്യ ആയിരിക്കും ആൻസർ വരിക. കാര്യം മനസ്സിലായിട്ടുണ്ടോ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മാറുന്നതിനെ കൊണ്ടൊന്നും കുഴപ്പമില്ല. ഒരു ഓടും ഒരു ഇവണും കൂടി കൂട്ടുകയാണെങ്കിൽ ഓഡ് നമ്പർ ആയിരിക്കും വരിക. ഒരു 2 ഓഡ് നമ്പേഴ്സ് ആണ് കൂട്ടുന്നെങ്കിൽ ഇവൺ നമ്പർ ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ നോക്ക്, 2 ഓഡ് നമ്പേഴ്സ് വരുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ വെച്ചാൽ ഓഡ് നമ്പർ കിട്ടാനുള്ള ചാൻസ് ആണ്. അപ്പോൾ 1 ഓഡ് ആവണം, രണ്ടാമത്തേത് എന്താവണം? ഈവൺ നമ്പറും ആവണം. അപ്പൊ നോക്കുക, 1 ഓടാണ്, രണ്ടാമത്തെ എന്താണ്? ഈവൺ ആണ്. ഒരു ചാൻസ് ആയേ. ആദ്യത്തെ ഈവൺ, രണ്ടാമത്തേത് ഓട്. ആദ്യത്തെ ഇരട്ട സംഖ്യ, ഒന്നാമത്തേത് എന്താണ്? ഒറ്റ സംഖ്യ വന്നു. അപ്പൊ ഇത് പറ്റും. രണ്ടും ഓടാണ്, രണ്ടും ഇവൺ ആണ് അല്ലേ? ആ കാര്യം മറക്കുക. രണ്ടും ഇവൺ ആണെങ്കിൽ, ഇവൺ പ്ലസ് ഇവൺ ആണെങ്കിൽ ആൻസർ എന്ത് തന്നെയായിരിക്കും? ഇവൺ ആയിരിക്കും കേട്ടോ. രണ്ടും ഓടാണ്, 1 ഓടാണ്, രണ്ടാമത്തേത് ഇവൺ ആണ് അല്ലേ? 1 ഒറ്റ സംഖ്യയാണ്, രണ്ടാമത്തേത് എന്താണ്? ഇരട്ട സംഖ്യയാണ്. അപ്പൊ ഇത് പറ്റും. ഇരട്ട സംഖ്യ ഒറ്റ സംഖ്യ, ഇത് പറ്റും. 2 ഇരട്ട സംഖ്യ. അപ്പൊ ആകെ ചാൻസ് എത്രയാണ്? ഒറ്റ സംഖ്യയാണ് നമുക്ക് ആൻസർ കിട്ടണ്ടേ. നോക്കി നോക്കൂ, 2 1 കൂട്ടിയ 3 അല്ലേ വരിക? 2 1 കൂട്ടിയ 3, 3 2 5. ഇതൊക്കെ ഒറ്റ സംഖ്യകൾ തന്നെയാണ്, ഓഡ് നമ്പേഴ്സ് തന്നെയാണ്. 4 1 കൂട്ടിയാൽ 5 അല്ലേ? അപ്പോൾ ആകെ ചാൻസ് എത്രയാ? 1 2 3 4 ആൾക്കാർക്ക്, 4 ആളുകളെ തമ്മിൽ കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? ആൻസർ ഒരു ഓഡ് നമ്പർ അല്ലെങ്കിൽ ഒറ്റ സംഖ്യ ആയിട്ട് വരിക അല്ലേ? നമുക്ക് എന്ത് ചെയ്താം? 4/8 എന്ന് എഴുതി വെക്കാം. 4/8 എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് സ്ലിപ്സ് അല്ലേ? അപ്പൊ നോക്കുക, 4/8 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനൊന്ന് ചെറുതാക്കാം. രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ട് പോകുന്ന മൾട്ടിപ്ലൈ ചെയ്താ 4 ആണ്. ഒരു 4 4, 2 4 ആണ് എന്തെന്ന് പറയുന്നത്? 8 എന്ന് പറയുന്നത്. അപ്പൊ 1/2 ആണ് എന്ത് കിട്ടാനുള്ളത്? 2 നമ്പേഴ്സ് തമ്മിൽ കൂട്ടുകയാണെങ്കിൽ ഒറ്റ സംഖ്യ കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ
രണ്ട് നമ്പേഴ്സ് തമ്മിൽ സം ചെയ്യുകയാണെങ്കിൽ അതൊരു ഓഡ് നമ്പർ ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1/2 ആണ്. കാര്യം മനസ്സിലാവുന്നുണ്ടാവും. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഈവൺ നമ്പർ ആവാനുള്ള സാധ്യത. അപ്പൊ നിങ്ങൾ സ്റ്റെപ്പ് എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതണം. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൺ നമ്പർ എന്ന് തന്നെ എഴുതി വെക്കണം. ഓക്കെ, ഇരട്ട സംഖ്യകൾ കിട്ടാനുള്ള സാധ്യത എന്ന് തന്നെ എഴുതി വെക്കണം. അപ്പൊ നോക്കി നോക്ക്, ഒന്നും രണ്ട് ഒറ്റ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാലും രണ്ട് ഇരട്ട സംഖ്യകൾ കൂട്ടിയാലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഇരട്ട സംഖ്യകളായിരിക്കും. ഓക്കെ, രണ്ട് ഈവൺ നമ്പേഴ്സുകൾ തമ്മിൽ കൂട്ടിയാലും രണ്ട് ഓഡ് നമ്പേഴ്സുകൾ കൂട്ടിയാലും ആൻസർ എന്തായിരിക്കും? ഈവൺ ആയിരിക്കും. അപ്പൊ നോക്ക്, രണ്ടും ഓഡ് നമ്പേഴ്സ്, രണ്ട് ഈവൺ നമ്പേഴ്സും, രണ്ട് ഓഡ് നമ്പേഴ്സ് ആണ്, രണ്ട് ഈവൺ നമ്പേഴ്സ് ആണ്. 1 2 3 4 ആകെയുള്ള 4/8. 4/8 എന്ന് പറഞ്ഞാൽ തന്നെയാണ് 1/2 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇരട്ട സംഖ്യ കിട്ടാനുള്ള ചാൻസ് 1/2 ആണ്, ഒറ്റ സംഖ്യ കിട്ടാനുള്ള ചാൻസും 1/2 ആണ്. എന്ന് പറഞ്ഞാൽ പകുതി ചാൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ ഇരട്ടയാവാം അല്ലെങ്കിൽ ഒറ്റയാവാം. രണ്ടിടത്തിലും ചാൻസ് എന്താണ്? ഈക്വൽ ചാൻസ് ആണുള്ളത്, തുല്യ സാധ്യതയാണ് ഉള്ളത്. കാര്യം മനസ്സിലായോ? അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേണം, കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയാണുള്ളത്. ഇതിൽ പഠിക്കേണ്ട സെക്ഷൻ എന്താന്ന് പറഞ്ഞാല് ആകെയുള്ള എണ്ണം, ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ്, അല്ലെങ്കിൽ ആകെയുള്ള എണ്ണം. രണ്ട് കാര്യങ്ങൾ തരികയാണെങ്കിൽ ആകെയുള്ള എണ്ണം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അവർ തമ്മിൽ എത്ര പെയേഴ്സ് ആണോ രണ്ട് കാര്യത്തിലുള്ളത് ആ രണ്ട് പെയേഴ്സുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പുതുതായിട്ട് പഠിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടുപിടിച്ച് എഴുതൊന്നും വേണ്ട. പെയേഴ്സ്, ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് കാണണമെങ്കിൽ എന്താ ചെയ്താൽ മതി? രണ്ട് ആളുകൾ തമ്മിൽ ഗുണിച്ചാൽ മതി. രണ്ട് ആളുകൾ വേണം. ഇവിടെ ഇപ്പോൾ ഫസ്റ്റത്തെ ബോക്സ്, രണ്ടാമത്തെ ബോക്സിന് വേണ്ടി രണ്ട് ആളുകൾ വന്നിട്ടുണ്ട്. അതേപോലെ അങ്ങനെ ആളുകളൊക്കെ വരികയാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ? അവർ തമ്മിൽ ഗുണിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ ഇത് ബോക്സ് ചെയ്തിട്ട് തന്നെ ഒന്ന് സൈഡിലിട്ടോ. അറിയുന്നവരോ ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒക്കെ മറന്നു പോകും. അപ്പൊ ഒന്ന് എഴുതി വെച്ചെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഈ ബോക്സ് ഒന്ന് നിങ്ങൾ സൈഡിലിട്ടും എഴുതി വെക്കുക. ക്വസ്റ്റ്യൻസിന് ഞാൻ ഇവിടെ ഒന്നും തന്നെ സ്റ്റെപ്സ് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടില്ല. പ്രോബബിലിറ്റി ഓഫ് എന്നൊക്കെ പറഞ്ഞതൊക്കെ എഴുതണം അല്ലേ? വെറുതെ ഓട് ഇവണ്ണൊന്നും പറഞ്ഞാലൊന്നും മാർക്ക് കിട്ടത്തില്ല. അപ്പൊ സ്റ്റെപ്സ് ഒക്കെ എന്ത് ചെയ്യാം? കറക്റ്റ് ആയിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പം ഇതാണ് നിങ്ങളുടെ ഇതുള്ളത്. ഇത് വേണമെങ്കിൽ എഴുതി വെക്കാം. ഇങ്ങനെയൊക്കെയാണ് വന്നത് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം? എഴുതി വെക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വീഡിയോസ് കാണുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നു എന്നുള്ളത് നിങ്ങളുടെ നോട്ടിൽ നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. നിങ്ങൾ നോട്ടിൽ ഞാൻ ഇതേപോലെ തന്നെ അവിടെയും ഇവിടെയൊക്കെ ഞാനൊരു വൃത്തിയിൽ അതൊക്കെ എഴുതി വെച്ചേക്കുന്നത് അല്ലേ? കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ, അതിലൊന്നും കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ എഴുതി വെക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ വലിച്ചു വാരിയിട്ടാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങൾ തനി കോപ്പി അടിച്ചാണെന്ന് എനിക്ക് മനസ്സിലാവും. അത് നോക്കിയാൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എക്സാമിന്റെ സമയത്തേക്ക് ഈ ഇടയ്ക്ക് നിങ്ങൾ നോക്കുന്നുണ്ടാവും അല്ലേ? ക്ലാസ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്കൂളിലെ ടെസ്റ്റ് ആ വരുന്ന സമയങ്ങളിലൊക്കെ ആയിരിക്കും നിങ്ങൾ നോക്കുന്നുണ്ടാവാം. അപ്പൊ അപ്പോഴത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒക്കെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ വീഡിയോസ് കാണാം. വീഡിയോസ് കണ്ടിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് ആ ബുക്കിലേക്ക് നല്ല വൃത്തിയിൽ മനസ്സിലായ രീതിയിൽ എന്ത് ചെയ്യാം? എഴുതി വെക്കുക. എന്നിട്ട് ആൻസേഴ്സ് ഒക്കെ ഒന്ന് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. ഞാൻ തന്ന വീഡിയോസിൽ ഞാൻ ആൻസേഴ്സ് പറയുന്നുണ്ടല്ലോ, അത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ തരണം ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് എഫേർട്ട് എടുക്കും. മാത്സ് ആണ്. മാത്സ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവം എന്നല്ല മാത്സ് കേട്ടോ, ചെറിയൊരു കാര്യമാണ്. അപ്പോൾ പഠിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും, നന്നായിട്ട് മാർക്ക് കിട്ടാൻ പറ്റും സംഭവം തന്നെയാണ് മാത്സ്. പഠിക്കണം, കുറച്ച് കഷ്ടപ്പെടണം. ഓക്കെ, ഇനി ഇതേ മോഡൽ ഈ സെക്കൻഡ് ടൈപ്പിന്റെ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് തേർഡ് വണ്ണിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയുള്ളത്. ആദ്യത്തെ ബോക്സിൽ 1 2 3 4 സ്ലിപ്പുകളുണ്ട്. രണ്ടാമത്തെ ബോക്സിൽ 1 2 3 സ്ലിപ്പുകളുണ്ട്. ഓക്കെ, അപ്പൊ ടോട്ടൽ നമ്പർ എത്രയായിരിക്കും വരിക? ക്വസ്റ്റ്യൻ വായിച്ച് നോക്കണേ. ടോട്ടൽ നമ്പർ ആദ്യത്തിൽ 4 എണ്ണം, രണ്ടാമത്തിൽ 3 എണ്ണം. അപ്പൊ 4 3 എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. ആകെ പേർ എത്ര എണ്ണം കിട്ടും? 12 പേർ കിട്ടും. വെച്ചാൽ ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത് 12 ആണ്. അതിലെന്താണ്? വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ് ബീങ് ഓഡ്? എന്നുവെച്ചാൽ 1 2 ആണ് കിട്ടിയെന്ന് വെച്ചോ, ഇങ്ങനെ വരും. 2 3 4 2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു രീതിയിലേക്ക് വരാം. ഇത് ഗുണിച്ചാൽ, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുണിക്കുക, ഗുണിച്ചാൽ ആൻസർ ഓഡ് നമ്പർ ആണോ ഇവൺ നമ്പർ ആണോ എന്നാണ് ചോദ്യം. ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന ആൻസർ ഓഡ് ആവാനുള്ള ചാൻസ് എന്താണ്, ഇവൺ ആവാനുള്ള ചാൻസ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. വർക്കൊക്കെ നിങ്ങൾ ചെയ്യണം. നേരത്തെ പോലെ തന്നെ കുറച്ച് നോട്ട് ഞാൻ പറഞ്ഞു തരാം. ഓഡ് നമ്പറിന്റെ കൂടെ ഓഡ് നമ്പർ ഇൻറ്റു ചെയ്താൽ എപ്പോഴും കിട്ടുക ഒരു ഓഡ് നമ്പർ ആയിരിക്കും.
ഓഡ് നമ്പർ ഇൻറ്റു ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എപ്പോഴും തന്നെയായിരിക്കും ഓഡ് തന്നെയായിരിക്കും. ഒറ്റ സംഖ്യ ഗുണിച്ചാൽ ഒറ്റ സംഖ്യ തന്നെയാണ് വരിക. ഓക്കെ, അഥവാ ഒരു ഓഡ് നമ്പറിന്റെ കൂടെ ഈവൺ നമ്പർ ആണ് ഗുണിക്കുന്നത്. അപ്പോൾ 1 ഇൻറ്റു ഓഡ് നമ്പറിന്റെ കൂടെ ഈവൺ നമ്പർ ഒറ്റ സംഖ്യ ഇൻറ്റു ഇരട്ട സംഖ്യയാണ് ചെയ്യുന്നതെങ്കിലും എപ്പോഴും ആൻസർ ഇരട്ട സംഖ്യയാണ് വരിക. ഇതിപ്പോൾ തിരിച്ച് എഴുതിയാലും സെയിം ആട്ടോ. ഈവൺ ഇൻറ്റു ഓഡ് ചെയ്താലും എന്ത് തന്നെയാണ്? ഇരട്ട സംഖ്യ തന്നെയാണ് വരിക. ഓക്കെ, അതേപോലെ തന്നെ ഈവൺ ഇൻറ്റു ഈവൺ ഇരട്ട സംഖ്യയും ഗുണിച്ചാൽ എന്ത് തന്നെയാണ് കിട്ടുക? ഇരട്ട സംഖ്യയാണ് ആൻസർ വരിക. കാര്യം മനസ്സിലായോ? എന്ന് പറഞ്ഞ് രണ്ടും ഓഡ് നമ്പേഴ്സ് ആയാൽ മാത്രമേ നമുക്ക് ഗുണിച്ചാൽ ഓഡ് നമ്പേഴ്സ് കിട്ടത്തുള്ളൂ. ബാക്കിയുള്ള കേസിലൊക്കെ തന്നെ എന്താ വരിക? ഇരട്ട സംഖ്യകളാണ് വരിക. അപ്പൊ നിങ്ങളിപ്പോൾ ഞാൻ 1 2 3 4 എഴുതി, 1 2 3 എഴുതി. നിങ്ങൾ ഫുൾ പെയർ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത് നോക്കി എന്താ മതി, രണ്ടും ഒറ്റ സംഖ്യ വേണ്ടേ? 4 ഒറ്റ സംഖ്യ കിട്ടത്തുള്ളൂ. ഇതിൽ ഒറ്റ സംഖ്യ ഇതാ 1 3 അല്ലേ? ഇവിടെയും 1 3. ഇവർ തമ്മിൽ ഗുണിച്ചാൽ മാത്രമല്ലേ ഒറ്റ സംഖ്യ വരത്തുള്ളൂ. അപ്പോൾ 1ന്റെ കൂടെ വരാൻ ചാൻസ് എടുക്കുക. ഇങ്ങനെ 2 എണ്ണം വരാം. 1 1 1 3 അല്ലേ? ഈ മെയിൻ 1ന്റെ കൂടെ ഈ രണ്ടാമത്തെ കയറി വരാം. അതേപോലെ തന്നെ ഈ 3ന്റെ കൂടെയോ 3 1 3 3. ഇത്രയേ ഉള്ളൂ ചാൻസ് ഇല്ലേ? ബാക്കിയൊക്കെ ഇരട്ട സംഖ്യകളല്ലേ? അപ്പോൾ അവരെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആകെ എത്രയുണ്ട്? 4 ചാൻസ് ആണുള്ളത്. ഓഡ് നമ്പർ കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. ആകെ എത്ര പേരുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യത്തിൽ 4ഉം രണ്ടാമത്തേൽ 3ഉം. 4 3 ഗുണിച്ചാൽ 12 പേര്. മനസ്സിലായോ? ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നാണ് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ തന്നെ എന്തായിരിക്കും? ഗുണിച്ചാൽ ഇരട്ട സംഖ്യ ആയിരിക്കും. ആകെ നമുക്ക് ഒന്നെങ്കിൽ ഒറ്റ അല്ലെങ്കിൽ ഇരട്ട അല്ലേ? ഒന്നെങ്കിൽ ഓഡ് നമ്പർ അല്ലെങ്കിൽ ഈവൺ നമ്പർ എന്ന രീതിയിലല്ലേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ ബാക്കി എത്ര കേസ് ഉണ്ട്? 12 4 കുറച്ചാൽ എത്രയാ? 8. ബാക്കി ഈവൺ നമ്പർ കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 8/12 ആണ്. ഇതൊക്കെ 2 കൊണ്ട് കട്ട് ചെയ്യാട്ടോ. 2 കൊണ്ട് കട്ട് ചെയ്ത് ചെറുതാക്കാം, അല്ലെങ്കിൽ 4 കൊണ്ട് കട്ട് ചെയ്തിട്ട് ചെറുതാക്കാം. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരച്ച വർക്കാണ്, ഹോംവർക്കാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഇങ്ങനെ വരും. ഒന്നാമത്തെ ആൻസർ 4/12. ഓഡ് നമ്പർ കിട്ടാനുള്ള ആൻസർ 4/12. ഈവൺ നമ്പർ കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 8/12 ആണ്. കാര്യം മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേ ഉള്ളൂ. പക്ഷെ ഇത് വൃത്തിയിൽ ബോർഡിൽ നിന്നൊക്കെ ക്ലീൻ ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതി വെക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. കാര്യം മനസ്സിലായോ? അപ്പോൾ പേജ് നമ്പർ 75 ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്നത് ഹോംവർക്ക് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യനും ഞാൻ പറഞ്ഞു തന്നു. തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഹോംവർക്ക് ഉള്ളത്. അപ്പോൾ ഹോംവർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യുക, കാണിച്ചു തരിക. അതേപോലെ തന്നെ വീഡിയോയിലുള്ള ഫസ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് നിങ്ങൾ എഴുതിയത് എനിക്ക് കാണിച്ചു തരണം. കാര്യം മനസ്സിലായോ? അപ്പം ബുക്കിന് മാർജിനൊക്കെ വരച്ചിട്ട് വേണം ചെയ്യാൻ. വൃത്തിയിൽ എഴുതാൻ നോക്കുക, കറക്റ്റ് ടൈമിന് ആൻസർ സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ വീഡിയോ തന്നിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ കാണുന്ന ദിവസം അന്ന് വൈകുന്നേരം നോർമലി പറയുന്ന പോലെ തന്നെ ഒരു 6 മണി 7 മണിയുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വർക്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാൻ വേണ്ടി നോക്കുക. മോർണിംഗ് അയക്കുന്നില്ലേ, അത്ര സമയമൊക്കെ മതി. ഒരു 3 ക്വസ്റ്റ്യൻ എഴുതാനല്ലേ ഉള്ളൂ. പിന്നെ പാരൻസ് ഒക്കെ വർക്കിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ പാരൻസ് വന്നതിന് ശേഷം എന്തായാലും നൈറ്റിനുള്ളിൽ എന്ത് ചെയ്യാം, എനിക്ക് വർക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇനി ഗ്രൂപ്പിൽ പേര് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. മുന്നോട്ടേക്ക് പോകുന്നതോറും എഫേർട്ട് കൂട്ടി കൊടുക്കണം. എന്നാലേ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ താങ്ക് യു.